നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 432nd day. Today 6th chapter 32nd ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 432ാം ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം ദീനവജ പ്രോക്ത വക്താരം ചാദ പൂജയേത് സംഭൂഷ്യ വസ്ത്രഭൂഷാഭി പൂജാന്തേ തം ച സംസ്തവേത്. ഏവം ദീനവജ പ്രോക്ത വക്താരം ചാദ പൂജയേത് സംഭൂഷ്യ വസ്ത്രഭൂഷാഭി പൂജാന്തേ തം ച സംസ്തവേത്. ഓം തത്സത്. ഇപ്രകാരം നല്ല വിനയത്തോടുകൂടി പ്രാർത്ഥിച്ച ശേഷം ദീനവചം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ട്, ദീനനായിട്ട് എന്നുള്ള അർത്ഥമല്ല, വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ളോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാനെ വസ്ത്രം, അലങ്കാരം എന്നിവ കൊണ്ട് ഭൂഷിക്കുകയും പൂജിക്കുകയും ചെയ്ത ശേഷം അവസാനം നമസ്കരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്രകാരം ഭഗവാനെ അതീവ ശ്രദ്ധയോടുകൂടി പൂജിച്ചതിന് ശേഷം സംഭൂഷ്യ വസ്ത്രഭൂഷാദികൾ കൊണ്ട് ആ ആചാര്യനെ പൂജിച്ചതിന് ശേഷം, വക്താവിനെ പൂജിച്ചതിന് ശേഷം അദ്ദേഹത്തെ നമസ്കരിക്കണം. ആ വക്താവിനെയും നാം പൂജിക്കണം. അതായത് ആരാണോ ഭാഗവത കഥ പറയുന്നത് അദ്ദേഹം ഇവിടെ ശുഗൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ള ഒരു ആചാര്യനായിട്ട് കരുതിയിട്ട് ഇപ്രകാരം പരീക്ഷത്തിനെ ഉദ്ധരിക്കുവാൻ വേണ്ടി ശുഗൻ എവിടെ അവതരിച്ചുവോ അപ്രകാരം തന്നെ നമ്മളെ ഉദ്ധരിക്കുവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആ മഹാഗുരുവിനെ നാം യഥാവിധി ആദരിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ആ വക്താവിനെയും വസ്ത്രം കൊടുത്ത് വസ്ത്രം വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്തിട്ട് നമസ്കരിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവം ദീനവജ പ്രോക്ത്വാ വക്താരം ഛാദ പൂജയേത് സംഭൂഷ്യ വസ്ത്രഭൂഷാഭി പൂജാന്തേ തം ച സംസ്തവേത്. ഒടുവിൽ അദ്ദേഹത്തെയും നമസ്കരിച്ച് പൂജിക്കണം എന്ന് പറയുകയാണ്. പിന്നീട് അദ്ദേഹത്തെ എപ്രകാരം പ്രാർത്ഥിക്കണം എന്നുകൂടി സനകാദികൾ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉദ്ധരണമുണ്ടാകുവാൻ, ഈ ലൗകിക ജീവിതത്തിൽ നിന്നും മുക്തി നേടി ആ ആത്മീയത്തിലേക്ക്, ഭഗവാനിലേക്ക് ലയിക്കുവാനുള്ള മാർഗമാണ് ശ്രീമദ് മഹാഭാഗവത ശ്രവണത്തിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ആദ്യം തന്നെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണം. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി ഇപ്രകാരമൊക്കെ ചെയ്യണം. എന്നിട്ട് വേണം ശ്രീമദ് മഹാഭാഗവതം കഥ തുടരുവാൻ എന്നാണ് ശ്ലോകങ്ങളിൽ പറഞ്ഞു തരുന്നത്. ഓം തത്സത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവം ദീനവജ പ്രോക്ത്വാ വക്താരം ചാദ പൂജയേത് സംഭൂഷ്യ വസ്ത്രഭൂഷാഭി പൂജാന്തേ തം ച സംസ്തവേത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ.
God bless you. Om Tat Sat.